എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പെപ്പർ ബീഫിൻ്റെ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോയിലധികം ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 600 ഗ്രാം ബീഫ് ഉണ്ടാവും. ഇനി നമുക്ക് അതിലേക്ക് ഒരു ഗരം മസാല ഉണ്ടാക്കണം. അതിനായിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 4-5 കഷ്ണം പട്ട പൊടിയാക്കിയതും ഒരു 3 ഏലക്കായ, പിന്നെ അതിലേക്ക് ഒരു 1.5 സ്പൂണ് വലിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾക്ക് ഗരം മസാല വാങ്ങിയിടാം, പക്ഷേ എനിക്ക് വലിയ ജീരകം കുറച്ച് അധികം ഇട്ടാലാണ് ആ ബീഫിൻ്റെ നല്ലൊരു രുചി ഉണ്ടാവുള്ളൂ, പ്രത്യേകിച്ച് പെപ്പർ ബീഫ് ആയതുകൊണ്ട്. അപ്പോൾ നമ്മളതൊന്ന് ചെറുതായി ചൂടാക്കിയിട്ടുണ്ട്. ഇനി അത് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾക്കതൊന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പൊടിക്കുന്ന ജാറെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ആ മസാല ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾക്കതൊന്ന് പൊടിച്ച് വെക്കാം. ഇനി നമ്മൾക്ക് വേണ്ടത് ഒരു കുക്കറാണ്. കുക്കർ അടുപ്പത്ത് വെച്ച് ഞാനിത് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടാവുന്ന സമയത്ത് നമ്മൾക്ക് ഈ വലിപ്പത്തിൽ കട്ട് ചെയ്ത 2 സവാള ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 4-5 പച്ചമുളക് കീറിയത്, ഒരു 10ഓളം വെള്ളുള്ളി, ഒരു കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, ആവശ്യത്തിന് കുറച്ച് കല്ലുപ്പും ചേർത്ത് നമ്മൾക്ക് അതിലേക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴന്നു പോകേണ്ട ആവശ്യമില്ല. നമ്മൾ കുക്കറിൽ വെക്കുന്നതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് പിന്നീട് വഴന്ന് വന്നോളും. എന്തായാലും ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി അതിലേക്ക് ഒരു വലിയൊരു തക്കാളി, അതും അല്പം വലിപ്പ കഷ്ണമായിട്ട് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒരുവിധം അതൊന്ന് സെറ്റായി വരുന്ന സമയത്ത് നമ്മൾക്ക് അതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ നമ്മൾ ഒരു 1.5 സ്പൂൺ അളവിൽ കുരുമുളക് പൊടി. ഇനി അതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച നമ്മളെ മസാല ഉണ്ടല്ലോ പെരിഞ്ജീരകത്തിന്, അത് 1 സ്പൂൺ അളവിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ആ മല്ലിപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് ചെറുതായി മാറി വരട്ടെ. അതിലേക്ക് ഒരല്പം നമ്മൾ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അല്പം ഒരു മുളക് പൊടി, ഒരു കളറിന് വേണ്ടി, അതും കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റുക. എന്നതിന് ശേഷം നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന ആ ബീഫ് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾക്കൊരു 500 ഗ്രാമോ 600 ഗ്രാമോ ബീഫ് ഉണ്ടെങ്കിൽ ഈ ഒരു മസാല കറക്റ്റാവും. കുരുമുളകും പച്ചമുളകിൻ്റെയൊക്കെ നല്ലൊരു എരിവായിരിക്കും. നല്ലതുപോലെ ബീഫ് ഇട്ട് ഇളക്കി മിക്സ് ചെയ്യുക. അതിലേക്ക് എന്നിട്ട് നികരെ വെള്ളമൊഴിക്കുക. ഒരുപാട് അങ്ങോട്ട് ഒഴിച്ച് പോകണ്ട, കറക്റ്റ് ആ ബീഫിന് കണക്കാക്കിയിട്ടുള്ള വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം കൂട്ടി കൊടുക്കുക. നല്ലതുപോലെ നമ്മൾക്കൊരു തിള വന്നു എന്ന് ആ ഘട്ടത്തിൽ നമ്മൾക്ക് അതിൻ്റെ മൂടിയിട്ട് കൊടുക്കാം. ഇപ്പം ഞാനതൊരു 6 വിസിലാണ് അടുപ്പിക്കുന്നത്. 6 വിസിൽ കഴിഞ്ഞു. നമ്മൾ ആ എയറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾക്ക് വീഡിയോയിൽ കണ്ടാലറിയാം ആ സവാളയും മസാലയൊക്കെ ഒന്ന് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ബീഫൊക്കെ വെന്തും വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ ആ പെപ്പർ ബീഫ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചു. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ ആ ബീഫ് ആ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി നമുക്കിതൊന്ന് കുറുകി സെറ്റായി വരണം. ഒരുപാട് അങ്ങോട്ട് കുറുകേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് പെപ്പർ കറിയാണല്ലോ, അതായത് അപ്പം, നെയ്ച്ചോറ്, പൊറോട്ട, ചപ്പാത്തി, പത്തിരി എല്ലാറ്റിനും ഇത് സൂപ്പറാവും. എന്തായാലും ഈ നോമ്പിനും പെരുന്നാളൊക്കെ ഒന്ന് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അത് ലോ ഫ്ലെയിമിലിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരട്ടെ. കണ്ടില്ലേ, 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അല്പം എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളി പെപ്പർ ബീഫ് കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഉപ്പ് പോരാതെ വന്നപ്പോൾ അല്പം ഉപ്പും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ടതിന് ശേഷം അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി വയ്ക്കാം. അത് നമുക്ക് അടച്ച് വയ്ക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് എടുക്കാം.
അപ്പോൾ നമ്മളെ അടിപൊളി പെപ്പർ ബീഫ് കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ അത് വേറെ പാത്രത്തിലേക്ക് ഒന്ന് പകർത്തി കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും ഈ പെരുന്നാളിന് ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. പെട്ടെന്ന് തന്നെ നമ്മൾക്കിത് ചെയ്തെടുക്കാനും പറ്റും. ഇന്ന് ഞാനത് ദോശയുടെ കൂടെയാണ് കഴിക്കുന്നത്. എന്തിനും ഇത് സെറ്റാണ്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.